കോഴിക്കോടേക്ക് ഒന്ന് പോകണം. അവിടെ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗസ്റ്റ് ഹൗസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ട്. പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. പോലീസുമായി ഉന്തും തള്ളും അവിടെ നടക്കുന്നു. മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിൽക്കുകയാണ്. മിഥില ബാലൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരും അല്പസമയത്തിനകം. നേരത്തെ വനമന്ത്രി നടത്തിയ പരാമർശമാണ് ഈ രീതിയിൽ വലിയ പ്രകോപനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഈ മരണം പോലും ഒരു ഗൂഢാലോചനയാണെന്ന് സംശയിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വനമന്ത്രി നേരത്തെ നടത്തിയത്. അതിലാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധ മാർച്ച് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി വേണം എന്ന് നേരത്തെ തന്നെ കോൺഗ്രസും UDF ഒക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. ആ രീതിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നവർ അവിടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവിടെ പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് സമീപം വെച്ച് മിഥിലയിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും അവിടെ ഈ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ പോലീസ് അവരെ തടഞ്ഞു. അതേ തുടർന്നാണ് അവിടെ ഈ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വനം മന്ത്രി രാജിവെക്കണം എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആ രീതിയിൽ നേരത്തെ വെള്ളക്കെട്ടയിൽ വെച്ച് വെള്ളക്കെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വനമന്ത്രി നടത്തിയ പരാമർശമാണ് ഈ രീതിയിൽ വലിയ ആരോപണങ്ങൾക്കും തന്നെ പ്രതികരണങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത്. അതിൽ മന്ത്രി രാജിവെക്കുക എന്നത് ഉയർത്തുകയാണ്, രാഷ്ട്രീയമായൊക്കെ ഉയർത്തുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആ രീതിയിൽ പ്രതിഷേധ മാർച്ചുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മിഥില തുടരുന്നുണ്ട്. മിഥില, വിശദാംശങ്ങൾ. മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. വനം വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഈ നിലമ്പൂരിലെ സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗസ്റ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. ഗസ്റ്റ് ഹൗസിന് സമീപം വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിനുള്ളിൽ ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട്. അദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം എന്നത്. ഇപ്പോൾ പോലീസ് നേരത്തെ തന്നെ ഇവർ ശശീന്ദ്രനെ കരിങ്കൊടി കാണിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ബലം പ്രയോഗിച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തരത്തിൽ പോലും വനം വകുപ്പ് മന്ത്രിയെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. മാത്രമല്ല, വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ഇതിനെ ബലം പ്രയോഗിച്ച് എടുത്തു മാറ്റുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് എടുത്തു കയറ്റുകയാണ്. ബാക്കിയുള്ള പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ ശക്തമാക്കും. ഇത്തരത്തിൽ വനം മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇവർ പറയുന്നത്. മന്ത്രിയുടെ പരിപാടികളിൽ വ്യക്തത കുറവുണ്ട് ശബ്ദത്തിൽ. മിഥില, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയാണ് പോലീസ്. അവിടെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രനുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല മന്ത്രിയെ, മന്ത്രി രാജിവെക്കണം എന്ന ശക്തമായ ആവശ്യമാണ്. അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ട് ഇപ്പോൾ എന്ന് മനസ്സിലാകുന്നു. അവിടെ പോലീസുമായി വലിയ ഒന്നുതുള്ളും നടക്കുന്നു. ഈ പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസുമായി ഒരു ചെറിയ സംഘർഷം അവിടെ ഉള്ളത്. മിഥില തുടരുന്നു. മിഥില, പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടയിൽ ഇപ്പോൾ ഒരു ചെറിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടോ? കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കുകയാണ്. ഇത് തടയുകയാണ് പ്രവർത്തകർ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ബാക്കി അവശേഷിക്കുന്ന പ്രവർത്തകർ ഇവിടെ റോഡിൽ കുത്തിയിരുന്നത് അവരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരെ ഈ പോലീസ് ജീപ്പിലേക്ക് മാറ്റുന്നത്. അവശേഷിക്കുന്ന ആളുകൾ ഇവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വനം വകുപ്പ് മന്ത്രി തൊട്ടപ്പുറം മാറി ഗസ്റ്റ് ഹൗസിൽ വനം വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് ഉച്ചകഴിഞ്ഞ് പുറത്ത് പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് പുറത്തിറങ്ങാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അതിനെ മറുഭാഗത്ത് പ്രവർത്തകർ പ്രതിരോധിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഈ ഒരു സംഭവം
സംഘം ഉണ്ടായതിന് പിന്നാലെ തന്നെ വനംവകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ തീരുമാനിച്ചത് മന്ത്രിയുടെ പരിപാടിയിൽ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ മന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുക എന്നതായിരുന്നു. പക്ഷേ മന്ത്രി 11 മണിക്ക് മുന്നേ തന്നെ മന്ത്രി തിരിച്ച് പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് മന്ത്രിക്ക് പരിപാടി ഉള്ളത്. ആ ഒരു സമയത്ത് മന്ത്രി പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്. അങ്ങനെയാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്താൻ ഇവർ തീരുമാനിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ സംഘർഷത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അതായത് ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. നമുക്കിപ്പോൾ കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ. യെസ്, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ വലിയ സംഘർഷം ഉണ്ടാവുന്നുണ്ട്. അവിടെ പോലീസ് ഇടപെടുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടയിൽ അറസ്റ്റ് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ പോലീസുമായി ഉന്തുന്തള്ളിൽ ഏർപ്പെട്ടത്. അതിപ്പോൾ വലിയ വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും കടക്കുന്നുണ്ട്. അവിടെ സംഘർഷാവസ്ഥയ്ക്ക് അയവുവരുത്താനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ പോലീസ് വാനിനകത്തുനിന്ന് പോലും മുദ്രാവാക്യം വിളിക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മന്ത്രി രാജിവെക്കുക, വനം മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കുക എന്ന ആവശ്യമുയർത്തിയാണ് ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് ഇവർ നടത്തിയത്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് പോലീസുകാർ ഇടപെട്ട് ബലം പ്രയോഗിച്ച് അവരെ അവിടെ നീക്കിയത്. അതിനിടെയാണ് പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ പ്രവർത്തകർ ചിലരെങ്കിലും രംഗത്തെത്തി നിലയുറപ്പിച്ചത്. അതാണ് ചെറിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത്. പരമാവധി ആളുകളെ ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നീക്കുകയാണ് പോലീസ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. അപ്പോഴും മുദ്രാവാക്യം വിളി തുടരുന്നുണ്ട്. പ്രവർത്തകർ വനമന്ത്രി രാജിവെക്കുകയല്ലാതെ മറ്റു വഴിയില്ല, രാജിവെക്കണം എന്ന ആവശ്യം അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വഴിക്കടവ് വെള്ളക്കെട്ടയിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനമന്ത്രി നടത്തിയ പരാമർശമാണ് ഈ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പോലും ഇപ്പോൾ വഴിവെച്ചത്. മന്ത്രി പറഞ്ഞത് ഈ അപകടത്തിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നു എന്നാണ് വനമന്ത്രി നടത്തിയ പ്രതികരണം. അതാണ് ഇപ്പോൾ UDF വലിയ രീതിയിൽ പ്രതിഷേധമായി തന്നെ രംഗത്ത് വരാൻ കാരണവും. ഈ രീതിയിൽ വനമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്, അതിൽ എന്ത് തെളിവാണ് വനമന്ത്രിക്കുള്ളത്? അതോടൊപ്പം തന്നെ ഈ രീതിയിൽ ഇങ്ങനൊരു അപകടത്തെ ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല, വനമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ കോഴിക്കോട് നടക്കുന്നത്. മിഥില ബാലൻ തുടരുന്നുണ്ട്. മിഥില, അവിടെ എത്രമാത്രം പോലീസ് സന്നാഹമുണ്ട്? കാരണം മന്ത്രി ഇപ്പോഴും ഗസ്റ്റ് ഹൗസിനകത്തുണ്ട്. അതിന് പുറത്താണ് ഈ സംഭവവികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും പ്രജിൻ, വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് പരിസരത്തുണ്ട്. കാരണം നേരത്തെ തന്നെ കരിങ്കൊടി കാണിക്കും എന്ന ഒരു അറിയിപ്പ് പോലീസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ശശീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവർ കരിങ്കൊടി കാണിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരമൊരു അറിയിപ്പ് സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് 11 മണിയോടെ തന്നെ പോലീസ് സംഘം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയത്. ഗസ്റ്റ് ഹൗസിന് സമീപത്ത് വെച്ച് തന്നെ മാറ്റി കൂടുതൽ പ്രവർത്തകരെയും ഇപ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരിലേറെ പേരെയും ഈ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവശേഷിക്കുന്ന പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റും. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ജീപ്പ് പ്രവർത്തകരെയും കൊണ്ട് ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാനാണ്, പോലീസ് വാനാണുള്ളത്. ആ പോലീസ് വാനിലാണ് അവശേഷിക്കുന്ന ആളുകളെ കയറ്റിയിട്ടുള്ളത്. ഈ മറ്റുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന ആളുകളുണ്ട്, അവരെയും നീക്കാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാനും കഴിയുന്നത്. പറഞ്ഞ ഒരു കാര്യം എന്നത് ഉച്ച കഴിഞ്ഞും വനം മന്ത്രിക്ക് പരിപാടിയുണ്ട് കോഴിക്കോട്. അങ്ങനെയെങ്കിൽ വനം മന്ത്രിയുടെ പരിപാടിയിൽ പ്രതിഷേധിക്കും, കരികൊടി കാണിക്കും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന കാഴ്ച, അതായത് ഈ വാഹനം പോവുകയാണ്, ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്ത് മുഴുവൻ വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രീതിയിൽ വനമന്ത്രിക്കെതിരായ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിനെ മുൻകൂട്ടി അറിയിച്ചതാണ് ഈ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധം വനമന്ത്രിക്കെതിരെ ഉണ്ടാകുമെന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടമായി എത്തുകയും അവിടെ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ പോലീസുകാർ ഈ പ്രവർത്തകരെ തടഞ്ഞത്. പക്ഷേ റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ അവിടെ പോലീസ് ചെയ്തത്.